തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മളൊക്കെ കേൾക്കുന്നത്. ഇയാളെ പോലൊരു കൊടും കുറ്റവാളി എങ്ങനെ രക്ഷപ്പെട്ടു? അതും അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. നമ്മൾ സ്വാഭാവികമായും ഇത്തരം കുറ്റവാളികൾ ജയിൽ ശിക്ഷ ഇപ്പം ജീവപര്യന്തം തടവ് ശിക്ഷിച്ചവർ, വധശിക്ഷയ്ക്ക് വിധിച്ചവർ, അവരെയൊക്കെ അതീവ ഗൗരവത്തോടെ ജയിൽ അധികൃതർ വീക്ഷിക്കാറുണ്ട്. അതാണ് പ്രത്യേക ജയിൽ മാനുവൽ തന്നെ പറയുന്നത് അതാണ്. അപ്പോൾ ആ ജയിൽ മാനുവലിനനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാര് ഇയാളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകും, പുറത്തു നിന്നുള്ള സഹായം ഉണ്ടാകും. അല്ലാതെ ഇതൊരിക്കലും സംഭവിക്കില്ല. വാസ്തവത്തിൽ കണ്ണൂർ ജയിലിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, വലിയ പരാതി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയവും ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം, തടവുപുള്ളികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വളരെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ച് ഇത്തരം പരാതികൾ സ്വാഭാവികമായി പലപ്പോഴും ഉയർന്നു വരാറുള്ളതാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായി ഞാൻ എന്ന കാലത്ത് ഞങ്ങൾ ജയിൽ ഓഡിറ്റ് നടത്താറുണ്ട്, സുരക്ഷാ ഓഡിറ്റുകൾ നടത്താറുണ്ട്. അത് നടത്തുകയും ഓരോ ഘട്ടത്തിലും ഇത്തരം ലൂപ്പ് ഹോൾസ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും ഉണ്ടായില്ല. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഒട്ടുക്കുള്ള ജയിലുകളുടെയൊക്കെയുള്ള ഒരു സുരക്ഷ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അലംഭാവമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഈ വിഷയം ഉയർത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഒരു കൊടും കുറ്റവാളിയെ നിരീക്ഷിക്കാനും അയാളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനും ജയിൽ അധികൃതർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് അവർക്ക് ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായം കൂടെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇത് ആഭ്യന്തര വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും ഒരു 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 പരാജയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടത്. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, 10ാം ബ്ലോക്ക് അതീവ സുരക്ഷാ ഇടമാണ്. അവിടെ നിന്നാണ് ഈ കൊടും കുറ്റവാളി ഈ ഒറ്റക്കൈ ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിച്ച് തുണി കെട്ടി വടമുണ്ടാക്കി ഫെൻസിംഗിൽ കുരുക്കി മതിൽ ചാടി രക്ഷപ്പെട്ടത്. ഈ ദൗത്യത്തിന് എത്രത്തോളം സമയമെടുക്കുമെന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും അവിടെ ഒരു പെട്രോളിംഗ് നടന്നില്ലേ? സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഒന്നും പരിശോധന നടത്തിയിരുന്നില്ലേ? റോന്ത് ചുറ്റിയിരുന്നില്ലേ? എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ അലംഭാവം ഉണ്ടായിരിക്കുന്നു, അവരുടെ ജോലിയിൽ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തം. ഇത് ദീർഘനാളത്തെ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ മറ്റുമാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുന്നത്. ആ തലത്തിൽ എങ്ങനെ ജയിൽ ചാടി എന്ന ഒരു പരിശോധന ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. മറ്റൊരു തലത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ എവിടെ എന്ന കാര്യത്തിലും വിശദമായ തെരച്ചിൽ നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആര്യ, ഇങ്ങനെ ഒരു കൃത്യം നടത്തണം എങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ ആസൂത്രണം നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. നേരത്തെ ആര്യ ചൂണ്ടിക്കാട്ടിയ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, അതോ സഹതടവുകാരുടെ ആരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ സുരേഷൻ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. അകത്തു നിന്ന് സഹായം ലഭിക്കാതെ ഈ വ്യക്തിക്ക് അത് സാധ്യമാകുമോ, ഈ ജയിൽ ചാട്ടം സാധ്യമാകുമോ എന്ന ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വലിയ തരത്തിൽ എല്ലാവരും നടക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടിയപ്പോൾ എങ്ങനെ നടന്നു, എന്ത് നടന്നു എന്നുള്ളത് അന്വേഷണ ഏജൻസിയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുള്ളത്. ഇപ്പോൾ സഹായം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളൊക്കെ നടത്തുന്നതിന് മുമ്പ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നത്. അത് തീർച്ചയായിട്ടും നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ഒരു പ്രതി, പ്രത്യേകിച്ച് കൊടും കുറ്റവാളി ചാടിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ട്. അതിനെ വ്യക്തികളൊന്നും നമ്മൾ കുറ്റം പറയാം. അത് കൃത്യമായി പഠിച്ചിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് സുരേഷിന് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, തുടരാം.
തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം DGP ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം DGPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കൊടും കുറ്റവാളിയാണ്, കൊടും ക്രിമിനലാണ്, 10-13 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരാളാണ്. സ്വാഭാവികമായും ഇയാളുടെ മാനസിക നില എന്തായിരിക്കും എന്ന കാര്യത്തിൽ പോലീസിന് വലിയ തോതിലുള്ള ആശങ്കയും മറ്റുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന വിവരം എന്ന് പറയുന്നത് ഈ ജയിലിന് 2 മതിലുകളുണ്ട്. ഇതിൽ ആദ്യത്തെ മതിലാണ് ഈ സെല്ലിനോട് ചേർന്നുള്ളത്. ഈ സെല്ലിനോട് ചേർന്നുള്ള മതിലിലാണ് ഇയാൾ തുണികൾ കൊളുത്തി രക്ഷപ്പെട്ടത്. തുണികൾ കൊളുത്തി അതിൽ കയറി രക്ഷപ്പെട്ട പശ്ചാത്തലമൊരുക്കുന്നത്. രണ്ടാമത്തെ മതിലിനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. പക്ഷേ ഈ ഇലക്ട്രിക് ഫെൻസിംഗിൽ സാധാരണ സമയത്ത് വൈദ്യുതി കടന്നു പോകുന്നതാണ്. തടവുകാർക്ക് രക്ഷപ്പെടാതിരിക്കാനായി ഈ സുരക്ഷിതത്വമുള്ള ജയിലുകളിലൊക്കെ സാധാരണ ഇത്തരം ഫെൻസിങ്ങുകൾ സ്ഥാപിക്കാറുണ്ട്. പക്ഷേ ഇയാൾ രക്ഷപ്പെട്ട സമയത്ത് ഈ ഫെൻസിംഗിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതായത് വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്.